നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, നീ എന്ന ഞാൻ എന്ന അക്ഷരങ്ങൾ തെരുവിലായുധമേന്തിയ നേരങ്ങളിൽ, അരുതെന്ന അല്പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അരുതെന്ന അല്പാക്ഷരത്തിന്റെ ചിറകുള്ളിൽ വിറപൂണ്ട ചിത്രം വരച്ചതാരാ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പറയുന്ന വിഷയങ്ങളോട് അല്പമെങ്കിലും മാന്യത പുലർത്തുമെന്ന് നൗഷാദ് വട്ടൂരിയെ സംബന്ധിച്ച് ഞാൻ തെറ്റിദ്ധരിച്ചു പോയിരുന്നു. പക്ഷേ ഒരൽപ്പം പോലും മാന്യത അവൻ കാട്ടിയിട്ടില്ല, കാട്ടുകയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലാണ് അവന്റെ സംസാരം. പിശാചിന്റെ വഴിയിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ പിശാചിന്റെ ജൽപ്പനങ്ങളും ഉപദേശങ്ങളുമല്ലാതെ അയാൾക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സംഘടനയിലുള്ള സമയത്ത് ശൈഖുന കാന്തപുരം ഉസ്താദിനെ, പേരോട് ഉസ്താദിനെ, പൊന്മൾ ഉസ്താദിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. സംഘടനയിൽ നിന്ന് എന്നെ അവർ പുറത്താക്കിയതിനു ശേഷം, അവരുടെ കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ശൈഖുന കാന്തപുരം ഉസ്താദുമായി നല്ല ബന്ധമുള്ള ആളായിരുന്നു. പേരോട് ഉസ്താദിനോട് സംസാരിക്കാറുണ്ടായിരുന്നു, പൊന്മൾ ഉസ്താദിനോട് സംസാരിക്കാറുണ്ടായിരുന്നു. നിന്റെ വഴിയാണ് നല്ല വഴി എന്നവര് 3 പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലായി അടിയുറച്ചു നിന്നുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോയിക്കോ എന്നവരാണ് എന്നെ ഉപദേശിച്ചത്. അവരുടെ ആശീർവാദമുണ്ട് എനിക്ക് എന്ന് ഞാൻ പറഞ്ഞാൽ അത് തീർത്തും കളവാണ്. കാരണം ആ വിഷയങ്ങളൊക്കെ എന്നോട് ശൈഖുന കാന്തപുരം ഉസ്താദ് പറയുന്നത്, പേരോട് ഉസ്താദ് പറയുന്നത്, പൊന്മൾ ഉസ്താദ് പറയുന്നത് ഞാൻ സംഘടനയിലുള്ള സമയത്താണ്. സംഘടനയിൽ നിന്ന് ഞാൻ പുറത്തായതിനു ശേഷം അവരെ ഞാൻ വിളിക്കുകയോ അവർ ഇങ്ങോട്ടെന്നെ വിളിക്കുകയോ ഞാൻ എടുത്ത നിലപാടാണ് ശരിയെന്ന് അവരെന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതായി അവരുടെ ജീവിതകാലത്ത് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇതുപോലെയാണ് നൗഷാദിന്റെയും അവസ്ഥ. പൈലത്തൂർ തങ്ങളുപ്പാപ്പ എന്ന് മാത്രമല്ല, സംഘടനയിൽ നിൽക്കുമ്പോൾ, സംഘടനയ്ക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ, പ്രഭാഷണ രംഗത്ത് സജീവമായി നിൽക്കുമ്പോൾ സമസ്തയിലുള്ള പണ്ഡിതന്മാരും നേതാക്കളും നന്നായി ഉപദേശിച്ചിട്ടുണ്ടാകാം, ധൈര്യം കൊടുത്തിട്ടുണ്ടാകാം, അനുഗ്രഹിച്ചിട്ടുണ്ടാകാം. എന്നാൽ സംഘടനയിൽ നിന്ന് കുരുത്തക്കേട് കാണിച്ചിട്ട് പുറത്താക്കിയതിനു ശേഷം വൈലത്തൂർ തങ്ങളുപ്പാപ്പ എന്നല്ല ഒരൊറ്റ നേതാവും നൗഷാദിനെ വിളിച്ചിട്ടില്ല. വിളിച്ചതായി നൗഷാദിന് തെളിയിക്കാനും സാധ്യമല്ല. നൗഷാദിനെ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം കോമാട്ടുചാലിൽ അബ്ദുള്ള കാട്ടുകള്ളനാണെന്ന് വൈലത്തൂർ തങ്ങളുപ്പാപ്പ പറഞ്ഞതിന് ശേഷം നീ ആ വഴിക്ക് തന്നെ മുന്നോട്ട് പോകണം, ഹാഫിലിന്റെ വഴി ശരിയായ വഴിയാണ് എന്ന് വൈലത്തൂർ തങ്ങളുപ്പാപ്പ പറഞ്ഞ ഒരു ക്ലിപ്പ് കൊണ്ടുവരാനാണ് നിന്നോട് ആവശ്യപ്പെട്ടത്. അതിനു വേണ്ടിയാണ് നിന്നെ വെല്ലുവിളിച്ചിട്ടുള്ളത്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിനക്കിതുവരെ കഴിഞ്ഞിട്ടില്ല, ഖിയാമത്ത് നാൾ വരെ സാധിക്കുകയുമില്ല. അതിനുള്ള നട്ടലൊന്നും നിനക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നീ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം നിന്നെ വൈലത്തൂർ തങ്ങളുപ്പാപ്പ വിളിച്ചതായി, നീ നിൽക്കുന്ന വഴിയാണ് നല്ല വഴി, ആ വഴിയിൽ തന്നെ ധൈര്യത്തോടെ മുന്നോട്ട് പോകുക എന്ന് വൈലത്തൂർ തങ്ങളുപ്പാപ്പ വിളിച്ചു പറഞ്ഞതായി ഒരു റെക്കോർഡ് നീ തെളിയിച്ചാൽ നീ പറയുന്ന പണി ഞാൻ എടുക്കാൻ തയ്യാറാണ് നൗഷാദെ. ഇത് വെല്ലുവിളിയാണ്. അത് നിന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പുള്ള ക്ലിപ്പുകളല്ല നീ കാണിക്കേണ്ടത്. അതിനു വേണ്ടിയല്ല നിന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നീ AP സമസ്തയോട് മാത്രമല്ല വഞ്ചന കാണിച്ചിട്ടുള്ളത്, അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈലിയോടടക്കം നീ വഞ്ചന കാണിച്ചിട്ടുണ്ട്. ആ വഞ്ചനയുടെ നേർചിത്രവും ആ വിഷയത്തിൽ പേരോട് ഉസ്താദ് കാണിച്ച സമീപനവും നമുക്കൊന്ന് കേൾക്കാം. തങ്ങളുപ്പാപ്പ മരണപ്പെടുന്നത് വരെ എൻ്റെ ഉമ്മാന്റെ ചികിത്സ തങ്ങളെടുത്തായിരുന്നു. ഉമ്മാന്റെ ചികിത്സ കംപ്ലീറ്റ് തങ്ങൾ പറഞ്ഞ അതേ കണ്ടീഷനിലെ എല്ലാ കാര്യവും ഇതുവരെ ചെയ്തിട്ടുള്ളൂ. പ്രത്യേകം ഉമ്മാനോട് പറഞ്ഞു, ഞാൻ CMന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഉറച്ചു കഴിച്ചോളൂ, രോഗം മാറിക്കൊള്ളൂ എന്ന് എപ്പോഴും ഉമ്മാനോട് പറയും. അപ്പോൾ ഞാൻ ഉമ്മാനൊക്കെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത്
എൻ്റെ അനുജൻ അഹ്സനിയാണ്, മുഹമ്മദ് അഹ്സനി, കാമിൽ സഖാഫി കൂടിയാണ്. എന്തുണ്ട് അഹ്സനി ഇവിടെ അവസ്ഥ? അനുജനെ പറ്റി ചോദിക്കും. കൂടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആലിമീങ്ങളെ കുറിച്ച് ഇങ്ങനെ പുകയറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും. കൂട്ടത്തിൽ ഈ നൗഷാദിന്റെ വിഷയം ഞാൻ പലപ്പോഴും ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട്. തങ്ങളെ എന്താ ചെയ്യുക, ഒരു വല്ലാതൊരു അവസ്ഥയായി പോയല്ല എന്ന് പറയുമ്പോൾ, ഓൻ ആ കാട്ടുകള്ളൻ്റെ കൂടെ പോയി, ഓൻ്റെ ആക്കിബത്ത് മോശമായി പോയി എന്നൊക്കെ തങ്ങൾ എന്നോട് തന്നെ എന്തായിട്ടുണ്ട് അവിടെ പോയ സമയത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ അനുഭവമാണ്, എൻ്റെ അനുഭവമാണത്. മരണപ്പെടുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ വരെ നമ്മൾ തങ്ങളെടുത്ത് ഞാനും ഉമ്മാനും എൻ്റെ ഫാമിലി മുഴുവനും പോയിട്ടുണ്ട്. ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജലാലുദ്ദീൻ തങ്ങളുടെ മകനിക്കും കുടുംബത്തിനൊക്കെ അറിയാം. നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് തങ്ങളെ എന്തെങ്കിലും വന്നാൽ, എന്തെങ്കിലും പിന്നെ ആവശ്യം വന്നാലൊക്കെ തങ്ങളെടുത്ത് പോയിട്ടാണ്. നമ്മളെ കുടുംബത്തിലുള്ള പല നിക്കാഹുകളും വൈലത്തൂർ തങ്ങൾ ഉപ്പാപ്പയാണ് നിക്കാഹ് അടക്കം ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കുടുംബമായിട്ടെല്ലാം ബന്ധമാണ്. നമുക്കറിയാം തങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഇവൻ്റെ ഒക്കെ വാക്ക് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വന്ന് തങ്ങളെ പേര് പറഞ്ഞ് മേന്മടിച്ച് ഇങ്ങനെ പ്രസ്ഥാനത്തെ എഴുത്താൻ ശ്രമിക്കുമ്പോൾ, ഇതൊന്നും നമ്മളെടുത്തത് വിലപ്പോയില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ഇത് നൗഷാദിനോട് തന്നെ ചോദിച്ചു നോക്കൂ. ഷിഹാബ് കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ജില്ലയിൽ എവിടെ പരിപാടിക്ക് വന്നാലും എൻ്റെ വീട്ടിലാണ് നൗഷാദ് ഹസനി, രാമന്തളി, വഹാബ് സഖാഫി തുടങ്ങിയ നമ്മുടെ ആലിമികൾ താമസിക്കാറുള്ളത്. എൻ്റെ വീട്ടിലാണ്. നൗഷാദിനോട് തന്നെ ചോദിച്ചു നോക്കൂ. ഈ പറയപ്പെടുന്ന ആളുകൾക്ക് ചോദിക്കാം, ഷിഹാബ് വാരത്തിനെ അറിയോന്ന് ചോദിക്കും കേട്ടോ. നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ വിസ്മയ യാത്ര, അദ്ദേഹം വിസ്മയിൽ വന്ന സമയത്ത് ഞാനും നമ്മുടെ ഒരു സുഹൃത്തും കൂടിയിട്ടാണ് അത് പിന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയത്. നൗഷാദും രാമന്തള്ളിയുടെ നിർദ്ദേശപ്രകാരം. ഈ നൗഷാദ് എന്തിനാണ് നമ്മുടെ സംസ്ഥാന ആലിമീങ്ങൾക്കെതിരെ കുതിര കയറുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ ചിത്രം എനിക്കറിയാം, നന്നായിട്ടറിയാം. നൗഷാദിനോട് ചോദിച്ചു നോക്കൂ. എൻ്റെ അനുജന ഹസനിയല്ല, ഇവിടെ നിന്ന് എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ആലിമീങ്ങൾ പല വിഷയത്തിലും ഇവരെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഇവർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ CD വിൽക്കലും പിന്നെ പൈസ ഉണ്ടാക്കലും, ഒരുപാട് വേദികൾ ഉണ്ടാക്കിയിട്ട് CD ഇറക്കണം, പണം സമ്പാദിക്കണം എന്നുള്ള ഉദ്ദേശമാണ് സംഘടനയുള്ള സമയത്ത് വരെ. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ട് ആലിമീങ്ങൾ അങ്ങനെ മറുപടി എന്നുള്ള നിലയിൽ നിങ്ങൾ പോകണ്ട എന്നുള്ള രൂപത്തിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിരയെ തുടങ്ങിയതാണ് നമ്മുടെ ആലിമീങ്ങൾക്കെതിരെയുള്ള ഇവരുള്ള ഒരു കുതിരകയറ്റം. പ്രത്യേകിച്ച് വിസ്മയയാത്ര അമ്പലക്കടവ് വിസ്മയിൽ വന്നു, അത് ഞാൻ റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഈ ഒരു സന്തോഷ വിവരം അന്ന് ജാലിയാവാലിൻ്റെ അടുത്ത് പോയി പത്രസമ്മേളനം നടത്തിയ സമയമാണ് ആ അമ്പലക്കടവ്. ആ സമയത്താണ് അമ്പലക്കടവിനെതിരെ എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്നുള്ള രൂപത്തിൽ അമ്പലക്കടവ് വിസ്മയിൽ ഫാമിലിയും കൂട്ടി വരുന്നുണ്ട്. അവിടെ അത് പോയി നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നമുക്ക് എന്താക്കാം, ഈ ഒരു പത്രസമ്മേളനത്തിനെതിരെ അത് കൊണ്ടുവരാം, അമ്പലക്കടവിനെതിരെ നമുക്കിത് വീഡിയോ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് നൗഷാദ് രാമന്തളി കൂടിയിട്ട് നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. ഇത് റെക്കോർഡ് ചെയ്തത് ഫസ്റ്റ് പറയുന്നത് പേരോട് ഉസ്താദിനോടാണ്. പേരോട് ഉസ്താദിനെ വിളിച്ചു പറഞ്ഞപ്പോൾ പേരോട് ഉസ്താദ് പറയുന്ന ഒരു വാക്ക്, അതാണ് എനിക്ക് ഇന്നും എൻ്റെ പ്രസ്ഥാനത്തിൽ ഇതാണ് ഹക്ക് എന്ന് സ്ഥിരപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാരണം. ഇതിൻ്റെ അപ്പുറം വേറൊന്നും ഇല്ല. ഉസ്താദിൻ്റെ ഇഖ്ലാസും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു മറുപടിയിലാണ്. ഇവർ വിളിച്ചു പറഞ്ഞു, അമ്പലക്കടവ് വിസ്മയിൽ വന്നിട്ടുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ മർക്കസ് സമ്മേളനത്തിൽ വെച്ച് ആ കാസറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അത് ബ്ലോക്ക് ചെയ്തു. ഉസ്താദ് പറഞ്ഞെന്താ അറിയോ, മറുവിഭാഗത്തിലെ സുന്നത്തി അമായത്ത് പറയാൻ കഴിയുന്ന ഒരു പണ്ഡിതനാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഈ CD നിങ്ങൾ ഇറക്കിയാൽ അദ്ദേഹത്തിന് ആ സുന്നത്തി അമായത്ത് പറയുന്നതിൽ എന്ത് ചെയ്യും, അത് ആ പറയുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് പല വിഷമങ്ങളും സംഭവിച്ചേക്കാം. അതുകൊണ്ട് ആ ഒരു വിഷമം അവിടെ ഒരു നിലക്കും അവർക്ക് ഉണ്ടാവാൻ പാടില്ല. ആ CD നിങ്ങൾ പ്രദർശിപ്പിക്കാനും പാടില്ല, ക്ലിപ്പാക്കി ഇടാനും പാടില്ല എന്ന് പേരോട് ഉസ്താദ് വിലക്കേർപ്പെടുത്തിയ അന്ന് മുതൽ തുടങ്ങിയതാണ് ഉസ്താദിനോടുള്ള വിരോധം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതേ ചരിത്രത്തിൽ നമുക്ക് കുറെ അറിയാം, അതൊന്നും നമ്മൾ പറയാതിരിക്കുന്നതാണ്.